ഹേ ഗൈസ്, ടെക്നോഗുരു യൂട്യൂബ് ചാനലിലെ ആൻഡ്രോയിഡ് ആപ്പ് ട്യൂട്ടോറിയൽ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോയിൽ കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സും ടേംസും ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആക്ടിവിറ്റി. മെയിൻ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ അതൊരു ഇന്റർഫേസ്. നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ആദ്യം ലോഡ് ആവുന്ന ഇന്റർഫേസ്, ആ ഒരു പേജ് ആണ് ഈ ആക്ടിവിറ്റി എന്ന് പറയുന്ന സംഭവം. ആ ആപ്പിലെ ഓരോ പേജും ഓരോ ആക്ടിവിറ്റിയാണ്. ഓക്കെ, സോ ഇതാണ് ഈ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്ന, അല്ലെ ഒരു ആക്ടിവിറ്റി ആൻഡ്രോയിഡിൽ പറയുന്ന എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കോൺസെപ്റ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ഫീച്ചേഴ്സ്. സോ ഈ ആൻഡ്രോയിഡ് പല മൊബൈൽ ഡിവൈസസിലുണ്ട്. പല മൊബൈൽ ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പല സൈസിലുണ്ട്. അതിൻ്റെ സ്ക്രീൻ സൈസ് ആവട്ടെ, അങ്ങനെ പല ഡിവൈസസും പല സൈസിലുമാണ് ഓരോ ആൻഡ്രോയിഡ് ഡിവൈസസും വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പം എല്ലാ ഡിവൈസസിലും നല്ല സെറ്റായിട്ട് ഓപ്പൺ ആവണം, അത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ. അപ്പൊ അത് കൺസിഡർ ചെയ്യുന്ന ഒരു ചെറിയൊരു പോയിന്റ് ആണ് ഡൈനാമിക് ഫീച്ചർ. നെക്സ്റ്റ് ഇൻഡന്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഇൻഡന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു യൂസേജ് കാണിച്ചുതരാം. ഇൻഡന്റ് എന്ന് വെച്ചാൽ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് അടുത്ത ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇൻഡന്റിന്റെ യൂസ് അങ്ങോട്ട് ചെയ്യും. സോ ബേസിക്കലി ഈ ട്യൂട്ടോറിയൽ കോഡിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മൊത്തം കോഡിങ് ഏരിയാസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ദെൻ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.